വന്നിരിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സിത്താരം കൂടി മുക്കം ഫെസ്റ്റിന് പോകുന്നതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണിത്. എനിക്കറിയാം നല്ല രീതിയിൽ ലേറ്റായി, മുക്കം ഫെസ്റ്റ് കഴിഞ്ഞിട്ട് കുറേ നാളായെന്നൊക്കെ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് ഞാനിങ്ങനെ നീക്കി വെച്ചിരുന്ന ഒരു വീഡിയോ ആണിത്. ഇപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്ത് ഇട്ടത് തന്നെ വലിയ കാര്യം. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേസ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ നേരെ മുക്കത്തേക്ക് പോവാണ്. അതും ബസ് കയറാനായിട്ട് പാപ്പ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് ഞാൻ സിത്താരയും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ ഇതേ സിത്താരനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഐവിനെ വിളിച്ചിട്ടുണ്ട്. ഐവി വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഐവിയുടെ കാര്യമായതുകൊണ്ട് കണ്ടറിയാം. ഞങ്ങളുടെ കൂടെ വരാൻ പ്ലാൻ ചെയ്ത ആളാണ്, പക്ഷേ ഒബ്വിയസ്ലി വരാൻ ലേറ്റായി. അതുകൊണ്ട് ബസ്സിൻ്റെ വഴിക്ക് പോയി. അവൾ വന്നില്ല. അവൾ അടുത്ത ബസ്സിന് തന്നെ വന്നോളാന്നാണ് പറഞ്ഞത്. എന്താവുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ഐവി വരാനായിട്ട് കുറച്ച് സമയം എന്തായാലും പിടിക്കും. അപ്പോൾ അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഞങ്ങൾ നേരെ മുക്കമാളിലേക്ക് വിട്ടത്. മുക്കമാളിലെ സൂപ്പർ മാർക്കറ്റിൽ കയറി ചുമ്മാ ഓരോ സാധനം എടുക്കുക, വില നോക്കുക, തിരിച്ച് വെക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. പ്രത്യേകിച്ചൊന്നും മേടിക്കുകയെന്ന് വെച്ചാൽ 2-3 സാധനം മേടിക്കാനുണ്ട്, അതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് മേടിക്കാമെന്നില്ല. എടുക്കുന്ന പകുതി സാധനവും മേടിക്കാനും ഇല്ല എടുക്കുന്നത്. ചുമ്മാ സമയം കളയാനായിട്ട്. പിന്നെ ഈ നോക്കുന്ന വഴിക്ക് എന്തെങ്കിലും ഉദ്ദേശിക്കാത്ത സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കുമെന്നറിയില്ല. എന്തായാലും ചുമ്മാ ഇങ്ങനെ നോക്കാൻ ഒരു രസമല്ലേ. പിന്നെ അവൾ വരുന്നോടെ വരെ സമയമുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം എൻ്റെ കണ്ണിൽപ്പെട്ടത്. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, ഞാനൊരു കുട്ടി BTS ഫാനാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ എന്തെങ്കിലും ഒരു BTS സാധനം കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് കണ്ടുപിടിച്ച സാധനമാണ് ഈ പൗച്ച്. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റൊക്കെ തപ്പിക്കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കണ്ടതാണ് ഗൈസ് ഈ ക്യൂട്ട് ഫ്രൂട്ടി 5 രൂപയുടെ. ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, മേടിച്ചിട്ടുമില്ല. അപ്പോൾ ആ ഒരു കൗതുകത്തിൽ ഞാനത് മേടിച്ചാണ്. അപ്പോൾ ഞാനതും കുടിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണല്ലോ. അല്ല, മെയിൻ ഉദ്ദേശം മുക്കം ഫെസ്റ്റിന് പോകാമെന്നുള്ളതാണെങ്കിലും ഫുഡ് അടി അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഐവി എൻ്റെ കയ്യിൽ നിന്ന് ഫ്രൂട്ടി തട്ടിപ്പറിക്കാൻ നോക്കി ഗൈസ്. ആകെ അതിൻ്റെ ആ ഇച്ചിരി ഉള്ളൂ. അതിൽ പകുതി അങ്ങനെയും പോയി. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബർഗർ, ഷവർമയാണ്, പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ് കൂടി. നല്ല കോമ്പിനേഷനല്ലേ. ഇത്രയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ വയറ് ഏകദേശം നിറഞ്ഞു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഐവിക്ക് പിന്നെയും എന്തോ സാധനം മേടിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പിന്നെയും വിട്ടു. പിന്നെയും പഴയതുപോലെ തന്നെ ഏതെങ്കിലും സാധനം എടുക്കുക, വില നോക്കുക, തിരിച്ചു വെക്കുക. ഇനി ഞങ്ങൾ മുകളിൽ കയറി താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് സാധനത്തിൻ്റെ വില എങ്ങാനും കൂടിയെന്ന് നമ്മൾ അറിയണ്ടേ. അല്ല, ഐവി സാധനം മേടിച്ച് കഴിയുന്നതോടെ വരെ ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും പണി വേണ്ടേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഷോപ്പിംഗ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മുക്കം ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് കേസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞാൻ സിത്താരയാണ് മുക്കം ഫെസ്റ്റിന് പോകുന്നത്. ഐവിക്ക് തിരിച്ച് പോകണമെന്ന് പറഞ്ഞു കേസ്. ഐവിക്ക് ഒരുപാട് പഠിക്കാനുള്ള കുട്ടിയാണ് കേസ്. അതുകൊണ്ട് അവൾക്ക് പഠിക്കാനുണ്ട്, പരീക്ഷ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് വീട്ടിൽ പോകണമെന്ന്. അപ്പം അങ്ങനെ അവൾ വീട്ടിൽ പോവാണ്. ഞങ്ങൾ 2 പേരും കൂടിയാണ് മുക്കം ഫെസ്റ്റിന് പോകുന്നത്. അവളെ വിളിച്ചത് അങ്ങനെ ഒരാളെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. അങ്ങനെ കണ്ടു, സംസാരിച്ചു, ഫുഡ് അടിച്ചു, ഷോപ്പിങ്ങും ചെയ്തു. അതുകൊണ്ട് അവൾ തിരിച്ചു പോവാണ്. ഇനി ഞങ്ങൾ മുക്കം ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്കും പോവാം. ദേ ഗെയ്സ്, അവിടെയാണ് മുക്കം ഫെസ്റ്റ് നടക്കുന്നത്. നിങ്ങൾക്ക് കാണാനുണ്ടോ? യെസ്. ഇതിപ്പോൾ ആവില്ല, കുറച്ചുകൂടി കഴിഞ്ഞാലേ ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോഴേ കയറിയിട്ട് കാര്യമുള്ളൂ. അപ്പോഴതിൻ്റെ അകത്ത് കൂടുതൽ എന്താ പറയുക, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കാണാൻ രസം ഉണ്ടാവുള്ളൂ. അപ്പോഴേ കയറിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതുണ്ട് ഈ പാലത്തിലേക്ക് ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഓണാവണം, അപ്പോഴേ ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി വെയിറ്റ് ചെയ്തിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം തെക്ക് വടക്ക് നടന്ന് ലൈറ്റ്സൊക്കെ ഓണാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിലും ഞങ്ങളുടെ ക്ഷമ നശിച്ചു ഗൈസ്. ഞങ്ങൾക്ക് അത്രയും നേരം കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. ഞങ്ങൾ കുറേ നേരം കാത്തിരുന്നു, പക്ഷെ സമയം പോകുന്നേയില്ല. എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് ഞങ്ങൾ അവസാനം രണ്ടും കൽപ്പിച്ച് കയറാമെന്ന് വിചാരിച്ചു. കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെയിറ്റ് ചെയ്യാം. അതാകുമ്പോൾ സമാധാനമായിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്താൽ പോരെ. അങ്ങനെ ഞങ്ങളിപ്പോൾ മുക്കം ഫെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ്. ലൈറ്റും കാര്യങ്ങളൊന്നും ഓണായിട്ടൊന്നും ഇല്ല, പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിൽ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് പയ്യെ പോകുമ്പോഴത്തേക്കും സമയമാവുമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിപ്പോൾ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്.
കേസ്. ആദ്യം തന്നെ അക്വേറിയങ്ങളാണ്. കുറേ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ കുറേ മീനുകളുണ്ട് കേസ്. ഇതിൽ പകുതി എണ്ണം പോലും ഞാൻ കണ്ടിട്ടുള്ളതല്ല. ഇതിൻ്റെ മുകളിൽ എല്ലാത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കറിയില്ല കേസ്. ഞാൻ കാണാതെ കുറേ ടൈപ്പ് മീനുകളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ട് നമുക്ക് മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കയറാം. ഈ മീനുകളെ കാണാൻ നല്ല രസമില്ല ഗൈസ്. എനിക്കിവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ മീനുകളെയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഉള്ളതിൽ ഏത് മീനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ഇങ്ങനൊരു സെറ്റപ്പ് ഞങ്ങൾ കണ്ടത്. ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ എല്ലാ മീനുകളുടെ വീഡിയോസും എടുത്തു, പിന്നെ എൻ്റെ ഒരു കുട്ടി വീഡിയോ എടുത്തു. ഞാൻ ആ എടുത്ത വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാവേ. അതായത് ഈ വീഡിയോയുടെ ലാസ്റ്റ് അല്ല, ഈ അക്വേറിയം സെക്ഷൻ കഴിയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ അതാണ് ഗൈസ് ഞാനെടുത്ത വീഡിയോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഞാൻ ചുമ്മാ ഒരു രസത്തിന് എടുത്തതാണ്. അത് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി, അപ്പോൾ എടുത്തു, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നതേ ഈ കിളികളെ കാണാനാണ്. ഇവിടെ ഫുള്ള് കിളികളാണ് ഗൈസ്. ഇത് ഫുള്ള് കിളികളുടെ സെക്ഷനാണ്. ഇവിടെ കിളികൾ മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട് ഗൈസ് ഇങ്ങനെ കിളികളുടെ സൗണ്ട് കേട്ട് ഇങ്ങനെ നടക്കാൻ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു.
കിളികളുടെയൊക്കെ സെക്ഷൻ കഴിഞ്ഞ് നേരെ കുട്ടി കുട്ടി ഷോപ്പുകളുടെ സെക്ഷനിലെത്തി. അപ്പോൾ ആദ്യം തന്നെയുള്ളത് ബുക്ക് സ്റ്റാളാണ്. പിന്നെ എനിക്ക് പണ്ടേ വായനശീലം ഇല്ലാത്തത് കൊണ്ട് എനിക്കിവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. വായിക്കുന്നത് ആക്ച്വലി നല്ലതാണ്, പക്ഷെ ഞാൻ വായിക്കാറില്ല. ഈ ബുക്ക് ഞാൻ കുറേ റീൽസിലും ഇൻസ്റ്റയിലൊക്കെ കുറേ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു നല്ല ബുക്കാണെന്ന്. പക്ഷേ മേടിച്ചിട്ട് കാര്യമില്ല ഗൈസ്, ഞാൻ വായിക്കില്ല. 2-3 പേജ് വായിക്കുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് മടിയാവും, പിന്നെ ഞാൻ വായിക്കില്ല. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അതുകൊണ്ട് ഞാനൊന്നും മേടിക്കുന്നില്ല. കുറേ ബുക്കുണ്ട് ഗൈസ്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. കളിപ്പാട്ടങ്ങളായാലും ഡ്രസ്സായാലും പിന്നെ ജ്വല്ലറീസ് ഐറ്റംസ് ആയാലും അങ്ങനെ കുറേ കടകളുണ്ട്. ഇതൊന്നും മേടിച്ചില്ലെങ്കിലും എല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് നടക്കാൻ നല്ല രസമാണ് ഗൈസ്. ദേ ഗൈസ്, കളിപ്പാട്ട സെക്ഷൻ. ഇതിൽ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് നിൽക്കാൻ ഭയങ്കര എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ നിന്ന് നെക്കി കളിച്ചിട്ട് ഞാൻ തിരിച്ചു വെച്ചിട്ട് പോകുന്നു ഗൈസ്. നിൽക്കുന്നതിന് പൈസ മുടക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നെക്കി കളിച്ച് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ അടുത്ത സാധനം എടുക്കാൻ പോയി. ഈ അടുത്ത കോഴിക്കുഞ്ഞ്, കുറേ പ്രാവുണ്ട്, കിളിക്കുണ്ട്, എന്തൊക്കെയുണ്ട്. എല്ലാം ചുമ്മാ എടുത്ത് ട്രൈ ചെയ്തിട്ട് അവിടെ തന്നെ വെച്ച്. ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ആണ് ഗൈസ് നമ്മുടെ മെയിൻ ഐറ്റം ഉള്ള ഷോപ്പ്. പക്ഷേ എല്ലാത്തിനും കുറച്ച് വില കൂടുതലായതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. ഇതിൻ്റെ പുറത്ത് 20-30 രൂപയ്ക്ക് കുറേ ഐറ്റംസ് കിട്ടുന്ന കടയുണ്ട്, അവിടെ നിന്ന് മേടിക്കാമെന്ന് കരുതി. ഇതേ ഗൈസ് നമ്മുടെ അടുത്ത ഐറ്റം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ BTS ഫാൻ ആയതുകൊണ്ട് എവിടെ ചെന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമെന്ന്. അങ്ങനെ കണ്ടുപിടിച്ച ഒരു ഐറ്റമാണിത്. ഇത് പേനയാണ്. പക്ഷേ ഈ പേനേൻ്റെ മുകളിൽ ഇത്ര വല്ല ഹാർട്ടൊക്കെ വെച്ച് ആരെങ്കിലും എഴുതുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും നമുക്കൊരു കളക്റ്റബിൾ ഐറ്റമായിട്ട് വേണേൽ മേടിച്ച് വെക്കാം. നോക്കട്ടെ ഗേസ്, എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന്. ഇതേ ഗേസ് നമ്മുടെ അടുത്ത ഐറ്റംസ്, തിന്നാനുള്ള ഐറ്റംസ്. ഇതിനൊക്കെ അത്യാവശ്യം വിലക്കുറവാണ്. പിന്നെ ഇവിടെ 90s കിഡ്സിനൊക്കെ നൊസ്റ്റാൾജി ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ ജെല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് ഗേസ്. അപ്പോൾ അതൊരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. വേറൊന്നും ഞാൻ മേടിച്ചില്ല. കുറേ ഐറ്റംസ് ഉണ്ട് ഗേസ്, എല്ലാം ഞാൻ നോക്കിപ്പോയി. എന്നിട്ട് ഇത് മാത്രം ഞാൻ മേടിച്ച്. പിന്നെ ഇത് കണ്ടോ ഗേസ്, എന്തോരം വെറൈറ്റി ടൈപ്പ് പേനകളാണെന്ന് കണ്ടോ. കുറേ ടൈപ്പ് ഉണ്ട്. ഇത് കേട്ടോ, മെർമെയ്ഡിൻ്റെ തീമിലുള്ള പേന, പിന്നെ കത്തിയുണ്ട്, തോക്കുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഇത് കണ്ടു ഗേസ്, കത്തി. ഞാൻ ഒരു തമാശയ്ക്ക് അവളെ കുത്തി. പിന്നെ ഇനി മൂർച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല, ചുമ്മാ കാണിക്കാന്നുള്ളതേ ഉള്ളൂ. വാളുണ്ട്, പിന്നെ എന്തൊക്കെയോ ടൈപ്പ് പേന, കുറേ ടൈപ്പ് കത്തീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി. പിന്നെ അവിടെ നിന്നെല്ലാം ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് നോക്കിയിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. പിന്നെ ഇത് ഇവിടെ അടുത്ത കളിപ്പാട്ടങ്ങളുള്ള കടയാണ് ഗീസ്. അവിടെ നിന്നും ബോളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. ഈ നെക്കി നോക്കൽ ഒരു ഞങ്ങളുടെ ഒരു മെയിൻ സംഭവമാണത്. അതുകൊണ്ട് എവിടെ ചെന്നാലും എന്ത് കണ്ടാലും ഒന്ന് നെക്കി നോക്കും, എന്നാലും ഒരു സമാധാനം വരുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാം നോക്കി നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അങ്ങനെ നമ്മൾ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ചുറ്റി നമ്മളിതിൻ്റെ പുറത്തെത്തി ഗേസ്. ഇത് അവിടെയൊക്കെ കുറേ കട അടച്ചിട്ടേക്കുക. അതൊക്കെ കുറച്ചുകൂടി രാത്രി ആയാലേ തുറക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയമുണ്ടല്ലോ, ഇവിടെ കുറേ കസാരയൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് അവിടെ ഇന്ന് എന്തോ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. ഇന്നല്ല, എല്ലാ ദിവസവും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തുറക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ് ഗേസ്. ഇതേ ഗേസ്, ഇവിടെ കുറേ കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്നും ഞാൻ തൊടുന്നില്ല, എങ്ങാനും താഴെ വീണ് പൊട്ടിയാലോ, വേണ്ട. പിന്നെ ഇവിടെയും നമ്മുടെ മെയിൻ ഐറ്റംസൊക്കെ ഉണ്ട് ഗേസ്. കുറേ കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. ഗേസ് ഇവിടെയും കുറേ പേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും കുറേ സാധനങ്ങളുണ്ട് ഗേസ്. പിന്നെ ഇവിടെ ബണ്ണ്, തല കെട്ടുന്ന ബുഷ്, ക്രാബ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ കുറേ കമ്മലും ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം, നോക്കട്ടെ എന്താ മേടിക്കണ്ടേന്നുള്ളത്. അങ്ങനെ ഞങ്ങളിവിടെ ഓരോ സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീനി വിളിച്ചു. ബുക്ക് ഫെസ്റ്റിൽ എന്തൊക്കെയുണ്ട്, അവൾക്ക് മേടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ, വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് കുറേ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഞാൻ മേടിച്ചു. പിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുക.
എല്ലാം മേടിക്കണമെന്നുണ്ട്, പക്ഷേ എല്ലാം മേടിക്കാൻ പൈസ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വേണം എന്തെങ്കിലും മേടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തപ്പി തപ്പി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബോളിയും പായസവും മേടിച്ച് ഇവിടെ വന്ന് സമാധാനമായിട്ടിരുന്ന് കഴിക്കുകയാണ് ഗേസ്. ഇവിടുത്തെ ലൈറ്റ്സൊക്കെ പയ്യെ പയ്യെ ഓണായി വരുന്നത്, അവിടെ കടയൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം ഞാൻ ഈ സാധനം ഇതേവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴേ എനിക്ക് മേടിച്ച് കഴിക്കണം എന്നുണ്ട്. അപ്പോൾ അവിടെയാണ് കുട്ടി കുട്ടി ഗെയിംസൊക്കെ നടക്കുന്നത്. അവിടേക്ക് നമുക്ക് പിന്നെ പോവാം. ഇവിടെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ടില്ലേ. ഇവിടെ ഒന്നും നമ്മൾ കയറുന്നൊന്നുമില്ല, ചുമ്മാ എല്ലാം കണ്ട് പോകുന്നുള്ളൂ. കയറാനുള്ളൊരു ബഡ്ജറ്റ് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കണ്ട് ആസ്വദിച്ച് പോവാം. അങ്ങനെ ഞങ്ങൾ കുറേ കടയിൽ കയറി ഇറങ്ങി കുറേ സാധനങ്ങൾ നോക്കി കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗേസ്. തിരിച്ചു പോകാനുള്ള ടൈമായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതിൽ കുറച്ചൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബാക്കിയെല്ലാം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പോയി ഞാൻ ചെറിയൊരു ഗെയിം കളിച്ചായിരുന്നു. അതിന് സമ്മാനമായിട്ട് എനിക്കൊരു കുടുക്ക കിട്ടിയായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ അവിടെ പോയി മറ്റേ കോളിഫ്ലവർ വറുത്തത് കഴിച്ചായിരുന്നു, അതും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗേസ്, സോറി. ബാക്കിയെല്ലാം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പിന്നെയും നമ്മുടെ താറാവ് കുട്ടനെ കണ്ടു ഗേസ്. എന്നെ മാടി വിളിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. പക്ഷേ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അതിവിടെ വെച്ചിട്ട് പോകും. നമുക്ക് അടുത്ത പ്രാവശ്യം പറ്റുമെങ്കിൽ മേടിക്കാം. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗേസ്, എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര സുഖം. അങ്ങനെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, ഞങ്ങളെല്ലാം നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഗേസ്. ഇനി ലാസ്റ്റ് സെക്ഷനാണ് ഗേസ്. ഈ ഗാർഡനിങ് പരിപാടി ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ ഈ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയൊരു സ്പോട്ടാണിത്. ഇവിടെ ഇഷ്ടംപോലെ പൂക്കളും ചെടികളും ഒക്കെ കിട്ടും. നമ്മുടെ ഗാർഡനിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ കിട്ടും. പിന്നെ ചെടിച്ചട്ടി പോലത്തെ സാധനങ്ങളും കിട്ടും. അങ്ങനെ ഞങ്ങൾ എല്ലാ ചെടികളും പൂക്കളും ഒക്കെ കണ്ട് പുറത്തേക്ക് പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇക്കൊല്ലത്തെ മുക്കം ഫെസ്റ്റ് കഴിഞ്ഞ കേസ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ചെടികളും ഒക്കെ ഒന്ന് നോക്കി പഠിച്ചു വെക്കട്ടെ. ഇനി അടുത്ത കൊല്ലം വേറെ പുതിയ ചെടികൾ വരുമോ, ഇത് തന്നെയാണോ അവർ വെക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ഓർത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കത്താത്ത ലൈറ്റൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കത്തി നിൽക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു ലുക്ക്. കുറച്ചും കൂടെ രാത്രി ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതാണ് മോളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തെ ഒരു വ്യൂ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവാണ്, ടാറ്റ. ഇനി അടുത്ത കൊല്ലം പറ്റിയാൽ വരാം. ഗൈസ് ഇതാണ് പാലത്തേൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത്, കൊള്ളാം അല്ലേ? ഞാൻ ഗോൾഡൻ ലൈറ്റാന്ന് വിചാരിച്ചു, പക്ഷേ ഇത് റെയിൻബോ കളറാണ്. എന്തേലാട്ടെ, ഏതേലും കളറായാൽ പോരെ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.